2019 ഡിസംബർ 30 വുഹാനിൽ കൊറോണ വന്നു. 2020 ജനുവരി 30 ഇന്ത്യയിലും വന്നു, കേരളത്തിലും വന്നു, പിന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലായിടത്തും വന്നു. എല്ലാവരും വീട്ടിലായി, ഞാനും. അങ്ങനെ കുറേ കഴിഞ്ഞ് സ്ഥിരമായി ആകാശം നോക്കിക്കൊണ്ടിരുന്ന എനിക്ക് ചന്ദ്രനെയും ശനിയെയും ഒക്കെ ഒന്ന് അടുത്ത് കാണാൻ ഒരു മോഹം. അങ്ങനെ ടെലിസ്കോപ്പ് വാങ്ങാൻ തീരുമാനിച്ചു. ആമസോണിൽ നോക്കി, ഭയങ്കര വില. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അന്ന് ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ചു, പഠിച്ചു. ഇവിടെ അടുത്ത് കുറേ സ്ഥലങ്ങളിൽ നോക്കിയെങ്കിലും ലെൻസൊന്നും കിട്ടിയില്ല. അങ്ങനെ ആമസോണിൽ തന്നെ തിരിച്ചെത്തി. അവിടെ ഒരു ടെലിസ്കോപ്പ് കിറ്റ് കണ്ടു. 1150 രൂപയ്ക്ക് ഒരു ലെൻസും ഐ പീസും. നോക്കിയപ്പോൾ ആമസോണിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ടെലിസ്കോപ്പ് കിറ്റ്. അത് വാങ്ങി അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഒരു ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധനങ്ങൾ കയ്യിൽ കിട്ടിയാൽ ചെയ്യേണ്ട സ്റ്റെപ്സാണ് ഇപ്പോൾ കണ്ടത്. ഒരു ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. 1. ഒരു ടെലിസ്കോപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഒരു ടെലിസ്കോപ്പിന് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. പ്രകാശം കടന്നു വരുന്ന ഒബ്ജക്റ്റീവ് ലെൻസും നമ്മൾ നോക്കുന്ന ഐ പീസ് ലെൻസും. ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി കടന്നു വരുന്ന പ്രകാശം അതിൻ്റെ ഫോക്കൽ പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടുകയും പിന്നീട് ഐ പീസിൽ പ്രവേശിച്ച് ഐ പീസ് അതിനെ മാഗ്നിഫൈ ചെയ്ത് നമുക്ക് കാട്ടിത്തരുന്നു. ഇവിടെ കാണുന്നത് പോലെ നമ്മൾ കാണുന്ന പ്രതിബിംബം തലയിരിഞ്ഞായിരിക്കും കാണുന്നത്. ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുമ്പോൾ അത് കാര്യമാക്കേണ്ടതില്ല. ഒബ്ജക്റ്റീവ് ലെൻസിനും ഐ പീസിനും പുറമെ മറ്റൊരു ലെൻസ് വെച്ച് ഈ പ്രശ്നം വേണമെങ്കിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തേത് മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ? നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനെ എത്ര ഇരട്ടി വലിപ്പത്തിൽ കാണാൻ സാധിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതിനാണ് മാഗ്നിഫിക്കേഷൻ. ഉദാഹരണത്തിന്, ഒരു ടെലിസ്കോപ്പിൽ 50x എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ ടെലിസ്കോപ്പ് ഒരു വസ്തുവിനെ 50 ഇരട്ടി വലിപ്പത്തിൽ നമുക്ക് കാട്ടിത്തരുമെന്നാണ്. നമ്മളൊരു ടെലിസ്കോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കും? നോക്കാം. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. M അഥവാ മാഗ്നിഫിക്കേഷൻ FO/FE, അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത്. ഉദാഹരണത്തിന്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ടെലിസ്കോപ്പ് കിറ്റിലെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 700 mm ആണ്. ഐ പീസിൻ്റേത് 25 mm. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ടെലിസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ 700/25 28x ആയിരിക്കും. അതായത് എൻ്റെ ടെലിസ്കോപ്പിൽ കൂടെ ചന്ദ്രനെ നോക്കിയാൽ ഞാൻ ടെലിസ്കോപ്പ് ഇല്ലാതെ നോക്കുന്നതിനേക്കാൾ 28 ഇരട്ടി വലുപ്പത്തിൽ കാണുന്നു. എൻ്റെ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് 10 mm ആയിരുന്നുവെങ്കിൽ എനിക്ക് 700/10 70 ഇരട്ടി മാഗ്നിഫിക്കേഷൻ കിട്ടുമായിരുന്നു. അതായത് ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറയും തോറും നമുക്ക് കൂടുതൽ വലുപ്പത്തിൽ കാണാം. ഇനി എനിക്ക് ആമസോണിൽ കിട്ടിയ കിറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ടെലിസ്കോപ്പ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതാണ് എനിക്ക് കിട്ടിയ ഒബ്ജക്റ്റീവ് ലെൻസ്. 50 mm ഡയമീറ്ററും 700 mm ഫോക്കൽ ലെങ്ത്തും ഉള്ള അക്രോമാറ്റിക് ഡബ്ലറ്റ് ലെൻസാണ് ഇത്. എന്താണ് അക്രോമാറ്റിക് ലെൻസസ്? സാധാരണ കോൺവെക്സ് ലെൻസുകളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശം ക്രോമാറ്റിക് അബറേഷന് വിധേയമാകുന്നു. അതായത് ഇതുപോലെ. ഈ പ്രശ്നം ഒഴിവാക്കാൻ കഴിവുള്ള 2 ലെൻസുകളുടെ കോമ്പിനേഷനാണ് അക്രോമാറ്റിക് ലെൻസസ്. ഇതിന് വില കൂടുതലാണ്. ഇതാണ് ഐ പീസ്. ഇത് തുറന്നു നോക്കിയാൽ 2 പ്ലാനോ കോൺവെക്സ് ലെൻസ് ഈ കാണുന്നത് പോലെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. 25 mm ആണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് വെക്കാൻ 63x50 mm റെഡ്യൂസറും അല്ലെങ്കിൽ 50x50 mm കണക്ടറും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 50x40 mm റെഡ്യൂസർ. ഇതിൻ്റെ കൂടെ 40x32 mm 32x25 mm ഓരോ കൺവേർട്ടർ ബുഷും വേണം. പിന്നെ വേണ്ടത് 50 mm PVC പൈപ്പ്. ഇതാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഐ പീസ് ലെൻസിനെയും കൂടെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെയിൻ പൈപ്പ്. പിന്നെ വേണ്ടത് ഐ പീസ് ഫിക്സ് ചെയ്യാൻ 25 mm PVC പൈപ്പ്. ഇനി ഇതെല്ലാം കണക്ട് ചെയ്യുക.
ആദ്യം ഈ 63x50 mm റെഡ്യൂസർ എടുത്ത് അതിൻ്റെ 50 mm ഭാഗത്ത് ലെൻസ് കടത്താം. ലെൻസിൻ്റെ കോൺവെക്സ് ഭാഗം ടെലിസ്കോപ്പിൻ്റെ അകത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം കയറ്റാൻ. അധികം കൈകൊണ്ട് അമർത്താതെ അടിഭാഗം മെല്ലെ പൊക്കി കൊടുത്ത് താഴേക്ക് കൊണ്ടുവരിക. അടുത്തത് നമ്മുടെ മെയിൻ PVC പൈപ്പിനെ ഇതിലേക്ക് കയറ്റുക. ഇതിൻ്റെ നീളം 600 mm ആണ്. കാരണം 700 mm ആണ് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത്. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ അടുത്ത് വേണം ഐപീസ് വരാൻ. മാത്രമല്ല ലെൻസിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടോ മറ്റോ ഫോക്കൽ ലെങ്ത്ത് ചെറിയ വ്യത്യാസം വരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. അടുത്തതായി ഈ 50x40 mm റെഡ്യൂസറിൽ ഈ കൺവേർട്ടറുകൾ കയറ്റി ടൈറ്റ് ആക്കുക. ഇതിലെ 32x25 കൺവേർട്ടർ ബുഷിൻ്റെ ഉൾഭാഗം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായി ഉരച്ച് അതിൻ്റെ സ്റ്റോപ്പർ കളയണം. കാരണം നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ഐപീസ് ഈ PVC പൈപ്പിലേക്ക് കയറ്റാം. അടുത്തതായി അവസാന സ്റ്റെപ്പ്, ഈ ഐപീസ് പൈപ്പ് മെയിൻ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ പൈപ്പ് മുന്നോട്ടും പിന്നോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. അത് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കൺവേർട്ടർ ബുഷ് കുറച്ചുകൂടി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് സ്മൂത്ത് ആകുക. കാരണം ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടാർഗറ്റ് ചെയ്ത് വെച്ച വസ്തു ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥാനം മാറിപ്പോയേക്കാം. അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടായി മാറും. ഇത് ഞാൻ സ്വന്തമായി എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഐപീസാണ്. എൻ്റെ വീട്ടിൽ പഴയൊരു ക്യാമറ ഉണ്ടായിരുന്നത് തല്ലി പൊട്ടിച്ച് അതിലെ ലെൻസ് പുറത്തെടുത്ത് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്ന 1 സെൻറ്റിമീറ്ററിനോട് അടുത്താണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒബ്ജക്റ്റീവ് ലെൻസിനും ഐപീസിനും പുറമെ മറ്റൊരു ലെൻസ് കൂടി വെച്ച് തലതിരിഞ്ഞ് കാണുന്ന ഇമേജിനെ നമുക്ക് നേരെ കാണാമെന്ന്. ഈ ഐപീസ് വഴി എനിക്ക് തലതിരിഞ്ഞ് കാണുന്ന ഇമേജുകളെല്ലാം നേരെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡ്, ഒരു ടെലിസ്കോപ്പ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിനോടൊപ്പം അത്യാവശ്യമായി ഉണ്ടാക്കേണ്ടതാണ് സ്റ്റാൻഡ്. ഇത്രയും വലിയ ടെലിസ്കോപ്പ് അധിക നേരം നമുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് നിരീക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു സ്റ്റാൻഡ് നിർബന്ധമായും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കേണ്ടതാണ്. സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് സ്ക്രൂവും കുറച്ച് PVC പൈപ്പും ഒരു ഫ്ലെക്സ് കിക്കും ഉണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായി ഉണ്ടാകാവുന്നതേ ഉള്ളൂ.